എറണാകുളത്ത് നിന്ന് മുഖ്യമന്ത്രി വേണമെന്ന നിലപാടിൽ മലക്കം മറിഞ്ഞ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന രീതി തുടരും, അതെല്ലാവരും അംഗീകരിക്കും. കോൺഗ്രസിലും UDF-ലും തർക്കങ്ങളാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തെ അതിജീവിക്കുമെന്നും മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് പാർലമെന്ററി പാർട്ടി അംഗങ്ങളുടെ ജയിച്ചു വരുന്ന MLA-മാരുടെ അഭിപ്രായങ്ങൾക്കും മുതിർന്ന നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ് അത്തരത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തു. ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കും. പൊതുസമൂഹത്തിനിടയിൽ കോൺഗ്രസിനകത്തും UDF-നകത്തും ആഭ്യന്തര കുഴപ്പങ്ങളാണ് എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവം നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും അതിനെയെല്ലാം ഞങ്ങൾ അതിജീവിക്കുകയും ചെയ്യും. മുഹമ്മദ് സ്വാലിഹ് ചേരുകയാണ് വിവരങ്ങളുമായി. സ്വാലിഹ്, ഷിയാസ് മാറ്റി പറയുകയാണ്. ഷിയാസ് നേരത്തെ പറഞ്ഞിരുന്നത് എറണാകുളത്ത് നിന്ന് തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത്. അത് വലിയ തോതിൽ വിമർശനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തു. മാത്രമല്ല M. ലിജു ഉൾപ്പെടെയുള്ള നേതാക്കൾ ഷിയാസിനെ തിരുത്തിക്കൊണ്ട് പ്രത്യക്ഷമായി വരികയും ചെയ്തു. അപ്പോൾ കോൺഗ്രസിൽ ഒരു വലിയ തർക്കത്തിന്റെ സൂചനകൾ അത് നൽകിയിരുന്നു. പക്ഷേ ഷിയാസ് തന്നെ മാറ്റി പറഞ്ഞ പ്രശ്നം പരിഹരിക്കുകയാണ് ഇപ്പോൾ. മഹേഷ്, ഷിയാസ് ഇപ്പോൾ ചെയ്യുന്നത് തള്ളുകയും കൊള്ളുകയും ചെയ്യാതിരിക്കുക എന്നൊരു നയമാണ് ഷിയാസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ എറണാകുളം ജില്ലയിൽ നിന്ന് മുഖ്യമന്ത്രി വേണം എന്ന പരാമർശം കൃത്യമായി നൽകിയിരുന്നെങ്കിൽ ഇപ്പോൾ അത്തരം ഒരു പരാമർശം നൽകാനോ അല്ലെങ്കിൽ താൻ പറഞ്ഞത് തള്ളാനോ കൊള്ളാനോ അദ്ദേഹം തയ്യാറാകുന്നില്ല. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന്റെ പരമ്പരാഗത രീതി അനുസരിച്ച് ഈ മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കും. ഘടകകക്ഷി നേതാക്കളുമായും കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാക്കളുമായും ആശയവിനിമയം നടത്തും. അതനുസരിച്ച് ഹൈക്കമാൻഡാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുക. മറിച്ച് ഈ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളിലൂടെ കോൺഗ്രസിന്റെ പ്രവർത്തകരെ വേദനിപ്പിക്കരുത് എന്നിങ്ങനെയുള്ള വളരെ വളരെ കൃത്യമായ ഒരു നയതന്ത്രത്തോടെയാണ് അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നത്. നേരത്തെ അദ്ദേഹം പറഞ്ഞ ആ നിലപാട് അദ്ദേഹം തള്ളാനോ കൊള്ളാനോ തയ്യാറാകുന്നില്ല നിലവിൽ. മഹേഷ്, ഓക്കെ, മുഹമ്മദ് ഷിയാസ് പറയുകയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന രീതി തുടരും എന്ന് അദ്ദേഹം പറയുകയാണ്.